സഹസ്രനാമത്തിൻ്റെ 27ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. അത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ നാമങ്ങളും ഈ ശ്ലോകങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. ഇപ്പം 27ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അസംഖ്യോ അപ്രമേയാത്മ വിശിഷ്ട ശിഷ്ടകൃശ്ചി സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ സിദ്ധിസാധന. ഇതാണ് അത്. അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. എണ്ണി തെറ്റിപ്പെടുത്താൻ സാധിക്കാത്ത നാമങ്ങളും രൂപങ്ങളും ഉള്ളവനും പ്രമാണങ്ങളിലൂടെ ഇന്ന വിധമാണെന്ന് അറിയാൻ സാധിക്കാത്തവനും അതിശ്രേഷ്ഠനായവനും ശ്വാസം നൽകി സജ്ജനങ്ങൾ ആക്കുന്നവനും ഒരഴുക്കും പുരളാതെ പരിശുദ്ധനായവനും എല്ലാം തികഞ്ഞവനും സങ്കല്പിച്ച് എല്ലാം സാക്ഷാത്കരിച്ചവനും കർമ്മങ്ങളെ യഥോചിതം നൽകുന്നവനും ഭക്തഹൃദയങ്ങളിൽ ആഗ്രഹസിദ്ധി നൽകുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി ഇത് ഓരോ ദിവസവും ഇത് മുടങ്ങാതെ ജപിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. സമയമില്ലാത്ത സമയത്ത് പോലും ഞാനിത് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് ഒരാചാര്യം പറഞ്ഞ് ഞാൻ കേട്ടതുകൊണ്ടാണ്. ഒരാളെങ്കിലും നമ്മൾ പറയുന്നത് കേട്ട്, അതായത് സഹസ്രനാമം ജപിക്കാൻ തുടങ്ങിയാൽ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ സമൂഹം പോലും നന്നായി വരും. ഓരോ വ്യക്തികളും ഇങ്ങനെ സഹസ്രനാമം ജപിച്ച് നമ്മുടെ മനസ്സിനെ ഉയർത്തുക. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് എല്ലാവരും ഇത് നിങ്ങൾക്ക് എത്തിക്കാവുന്നവരിലെല്ലാം എത്തിക്കുക. കാരണം ഇതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ബൈ.